ഹലോ, നമ്മൾ ഇന്നലെ വരെ പഠിച്ചുകൊണ്ടിരുന്നത് നോർത്തേൺ മൗണ്ടെയ്ൻസ് ആയിരുന്നു. ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് നോർത്തേൺ പ്ലെയിൻസിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യയുടെ രണ്ടാമത്തെ ഫിസിയോഗ്രഫിക് ഡിവിഷനാണ് നോർത്തേൺ പ്ലെയിൻസ്. ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളുടെയും അതിൻ്റെ പോഷക നദികളും കൊണ്ടുവരുന്ന അലൂവിയൽ ഡെപ്പോസിറ്റ്സ് അല്ലെങ്കിൽ എക്കൽ നിക്ഷേപങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു എക്കൽ പ്രദേശമാണ് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഈ പ്ലെയിന് ഹിമാലയൻ മൗണ്ടെയ്ൻസിൻ്റെ താഴ്വാരം തൊട്ട് 3200ഓളം കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്നതാണ് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഈ പ്ലെയിനിൻ്റെ വീതി 150 തൊട്ട് 300 കിലോമീറ്റർ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത്. അതായത് ചില സ്ഥലത്ത് 150, 300 അതിൻ്റെ ഇടയിലാണ് ഇതിൻ്റെ വീതി വരുന്നത്. പിന്നെ ദ ആസാം ഏരിയ ഈസ് ദ സ്മോളസ്റ്റ് സെക്ഷൻ ഓഫ് ദ പ്ലെയിൻ. ഈ പ്ലെയിനിൽ ഏറ്റവും ചെറിയ സെക്ഷനായിട്ട് വരുന്നത് ആസാമാണ്. പിന്നെ ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും വീതിയുള്ള ഭാഗം വെസ്റ്റ് പോർഷനാണ്. വടക്കൻ അതിർത്തിയായിട്ട് വരുന്നത് ശിവാലിക്കും തെക്കൻ അതിർത്തിയായിട്ട് വരുന്നത് ഇന്ത്യൻ പെനിൻസുലയാണ്. പടിഞ്ഞാറൻ അതിർത്തിയായിട്ട് വരുന്നത് സുലൈമാൻ മൗണ്ടെയ്ൻസ് ആണ്. കിഴക്കൻ അതിർത്തിയായിട്ട് വരുന്നത് പൂർവാചൽ കുന്നുകളാണ്. അപ്പോൾ ഇതിൻ്റെ ബൗണ്ടറീസ് ഒന്നും കൂടെ പറയാം. കിഴക്ക് പൂർവാചലും പടിഞ്ഞാറ് സുലൈമാൻ ശ്രേണികൾ വരെയും, വടക്കൻ അതിർത്തിയായിട്ട് ശിവാലിക്കും തെക്കൻ അതിർത്തിയായിട്ട് പെനിൻസുലാർ പ്ലാറ്റ്യൂ ആണ് വരുന്നത്. 2000 മീറ്ററാണ് ഏകദേശം അലൂവിയൽ ഡെപ്പോസിറ്റ്സിൻ്റെ തിക്നെസ് വരുന്നത്. അതായത് 2000 കിലോമീറ്ററോളം കനമുള്ള നിക്ഷേപങ്ങളാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇത് 7 ലക്ഷം ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഈ പ്രദേശത്ത് തുടർച്ചയായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഫെർട്ടൈലായിട്ടുള്ള, അതായത് കൂടുതൽ കൃഷികൾക്ക് പറ്റുന്ന ഒരു സ്ഥലമാണ്. ഈ തുടർച്ചയായ വെള്ളപ്പൊക്കം കൊണ്ട് ഫലഭൂയിഷ്ടമായ ഈ മണ്ണിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ ഉയരത്തിലാണുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയരമുള്ളൊരു സ്ഥലമാണ് അംബാല. ഈ ഡ്രെയിനേജ് വിഭാഗം ഇൻഡസ് നദിക്കും ഗംഗാ നദിക്കും ഇടയിൽ വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ കാണപ്പെടുന്ന സോയിൽ അലൂവിയൽ സോയിലാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്കൽ മണ്ണ് കാണുന്ന ഏറ്റവും വലിയ എക്കൽ മണ്ണിൻ്റെ ട്രാക്റ്റ് എന്നറിയപ്പെടുന്നത് ഈ വടക്കൻ സമതലങ്ങളാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ആണ്. ഇന്ത്യൻ നാഗരികതയുടെ കളിത്തൊട്ടൽ അല്ലെങ്കിൽ ക്രാഡിൽ ഓഫ് ദ ഇന്ത്യൻ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്നതും ഈ പ്രദേശമാണ്. അതുപോലെ തന്നെ വേറൊരു പേരാണ് ഇന്ത്യൻ ഗ്രാനറി അല്ലെങ്കിൽ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നത്. കാരണം അവിടെ ഈ വെള്ളപ്പൊക്കത്തെ കൊണ്ട് ഒരുപാട് കൃഷികൾ, നല്ല രീതിയിൽ കൃഷി നടക്കുന്ന ഒരു പ്രദേശമാണിത്. The slope of the Himalayan rivers drops as they flow down from the mountains and the weights they carry are deposited. അതായത് ഹിമാലയൻ നദികൾ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ചെരിവ് ഇങ്ങനെ കുറഞ്ഞ് അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എല്ലാ അലൂവിയൽ ഡെപ്പോസിറ്റ്സും ഇങ്ങനെ സ്ലോപ്പ് കുറഞ്ഞു വരുന്നതുകൊണ്ട് ആ ഭാരം മുഴുവൻ അവിടെ ഒരു സ്ഥലത്താണ് നിക്ഷേപിക്കുന്നത്. ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ്, പഞ്ചാബ് ഹരിയാന സമതലങ്ങൾ, ഗംഗ യമുന പ്ലെയിൻസ്, ആസാം പ്ലെയിൻസ് ഓർ ബ്രഹ്മപുത്ര പ്ലെയിൻസ്, രാജസ്ഥാൻ പ്ലെയിൻസ് ഓർ മരുസ്ഥലി ബഗർ പ്ലെയിൻസ്. ഇങ്ങനെ 4ആയിട്ടാണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയുമാണ് അവർ ഒഴുകി വരുന്ന ഡെപ്പോസിറ്റ്സ് കൊണ്ടാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഗംഗ യമുന അതിൻ്റെ പോഷക നദികളുടെയും ഒഴുക്കുകൊണ്ടുണ്ടാകുന്ന ഡെപ്പോസിഷൻ ആക്ടിവിറ്റി കൊണ്ടാണ് ഗംഗ യമുന പ്ലെയിൻസ് ഉണ്ടാകുന്നത്. ബ്രഹ്മപുത്രയും അതിൻ്റെ കൈവഴികളുടെയും നിക്ഷേപ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ആസാം പ്ലെയിൻസ് ഉണ്ടാകുന്നത്. ലൂണിയും സരസ്വതി നദിയുടെയും ഡെപ്പോസിഷൻ ആക്ടിവിറ്റി കൊണ്ടാണ്
രാജസ്ഥാൻ ഓർ മരുസ്ഥലി ബഗർ സമതലങ്ങൾ ഉണ്ടാകുന്നത്. പഞ്ചാബ് സമതലം അല്ലെങ്കിൽ പഞ്ചാബ് പ്ലെയിനാണ്. അത് പഞ്ചാബ് സമതലത്തിൽ കൂടുതലായിട്ടും കാണുന്നത് ദോവാബുകളാണ്. ദോവാബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നദികൾക്കിടയിലൂടെ വരുന്ന ചെറിയൊരു ഭൂമി പ്രദേശം, അതാണ് ദോവാബുകൾ. അവിടെ ഉള്ള ദോവാബുകൾ എന്ന് പറഞ്ഞാൽ ബിസ്ത് ദോവാബ്, ബരി ദോവാബ്, രചന ദോവാബ്, ചച്ച് ദോവാബ് ആൻഡ് സിന്ധ് ദോവാബ്. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ദോവാബുകൾ. അടുത്തതായിട്ട് ഗംഗാ സമതലം അല്ലെങ്കിൽ ഗംഗാ പ്ലെയിൻ, ഗംഗാ യമുന സമതലം എന്നും പറയും. ഇത് ഡൽഹി തൊട്ട് കൊൽക്കട്ട വരെ വ്യാപിച്ചു കൊടുക്കുന്ന ഒരു വലിയ യൂണിറ്റാണ്. അതായത് ഇത്രയും വലിയ പറഞ്ഞ സമതലങ്ങളിൽ ഏറ്റവും വലുത് ഗംഗാ പ്ലെയിനാണ്. ഗംഗയുടെയും അതിൻ്റെ കൈവഴികളായ ഗാംഗ്ര, ജന്തക് ഈ നദികളുടെയൊക്കെ നിക്ഷേപങ്ങൾ കൊണ്ടാണ് ഈ ഗംഗാ പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല പെനിൻസുലാർ റിവേഴ്സ് ആയിട്ടുള്ള ചമ്പൽ, ബെത്വ, കെൻ, സൺ ഈ നദികളുടെയും ഡെപ്പോസിഷൻ ആക്ടിവിറ്റി കൊണ്ടും കൂടിയാണ് ഗംഗാ പ്ലെയിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഗംഗാ പ്ലെയിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഏതൊക്കെ നദികളാണ് കാരണക്കാരായിരിക്കുന്നതെന്ന് വെച്ചാൽ ഗംഗ, ഘാഗ്ര, ഗന്ദക്, ചമ്പൽ, ബെത്വ, കെൻ, സൺ ഇങ്ങനെ എല്ലാ നദികളും, ഹിമാലയൻ നദികളുമുണ്ട്, പെനിൻസുലാർ നദികളും ചേർന്നിട്ടാണ് ഗംഗാ സമതലം ഉണ്ടായിരിക്കുന്നത്. മൂന്നാമത് പറയാൻ പോകുന്നത് ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര സമതലമാണ്. ബ്രഹ്മപുത്ര താഴ്വര എന്നും പറയാറുണ്ട്, അല്ലെങ്കിൽ ആസാം പ്ലെയിൻ എന്നും പറയും. ഇൻഡോ ബംഗ്ലാദേശ് ബോർഡറിലാണ് ഇതിൻ്റെ പടിഞ്ഞാറ് അതിർത്തി വരുന്നത്. മറ്റേ ബ്രഹ്മപുത്ര പ്ലെയിനിൽ കോമൺ ആയിട്ട് കാണുന്നതാണ് ദ്വീപുകളും മണൽത്തിട്ടകൾക്കൊക്കെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അവിടെ കാണുന്ന ഏറ്റവും വലിയൊരു നദീതട ദ്വീപ് അല്ലെങ്കിൽ റിവറിൻ ഐലൻഡാണ് മജുലി. മജുലി കാണപ്പെടുന്നത് ബ്രഹ്മപുത്ര സമതലത്തിലാണ്. അതാണ് ഏറ്റവും വലിയ റിവറിൻ ഐലൻഡ് അല്ലെങ്കിൽ നദീതട ദ്വീപ്. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സാൻഡ് ബാർസ് ആൻഡ് റിവറിൻ ഐലൻഡ്സ്. അത് ഏറ്റവും കൂടുതൽ കാണുന്ന പ്രദേശമാണ്. ഏറ്റവും ലാസ്റ്റായിട്ടും അല്ലെങ്കിൽ ഫോർത്തായിട്ടും നമ്മൾ പഠിക്കാൻ പോകുന്ന നോർത്തേൺ പ്ലെയിനാണ് രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ പ്ലെയിനിൽ ഉള്ള ഒരു സ്ഥലമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് അല്ലെങ്കിൽ ഥാർ മരുഭൂമി. ഈ മരുഭൂമി വരുന്ന ആ പ്രദേശത്തിന് പറയുന്ന പേരാണ് മരുസ്ഥലി. പിന്നെ ആരവല്ലിയിൽ നിന്നും പിന്നെ ലൂണ നദിയിൽ നിന്നുമൊക്കെ ഉത്ഭവിക്കുന്ന ചെറിയ ചെറിയ അരുവികളുണ്ട് ഇതിൽ. പിന്നെ ഥാർ മരുഭൂമിയും ഈ രാജസ്ഥാൻ സമതലത്തിലാണ് ഉള്ളത്.